ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഇത് നമ്മുടെ ഹീറോൻ്റെ മാസ്ട്രോ എഡ്ജ് വണ്ടിയുടെ എൻജിൻ വർക്കാണ്. എൻജിൻ വർക്ക് ചെയ്യുന്നതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഉണ്ടോ. നിലവിൽ നമുക്കതിൻ്റെ ഓയിൽ തീർന്ന് ക്രാങ്കും പിസ്റ്റണൊക്കെ കംപ്ലയിൻറ്റ് വന്നിരുന്നു. സിലിണ്ടർ പിസ്റ്റണൊക്കെ കംപ്ലയിൻ്റ് ആയി. ക്രാങ്ക് ഷാഫ്റ്റ് അടക്കം നമ്മൾ മാറ്റിയിട്ടുള്ള റീസെറ്റ് ചെയ്യണം. അതിനകത്ത് നമുക്ക് ലെയ്ത്ത് വർക്കായിട്ട് വന്നേക്കുന്നത് ഒന്ന് നമുക്കതിൻ്റെ ഈ രണ്ട് വാൽവ് മാറ്റി വാൽവ് ഗൈഡ് മാറ്റി സീറ്റ് ചെയ്തെടുത്തതാണ്. അത് മാത്രമാണ് നമുക്ക് ലെയ്ത്തിൽ വന്നതാണ്. അതും ഈ പറഞ്ഞ പോലെ ഈ ക്യാം ഷാഫ്റ്റിൻ്റെ ഈ സൈഡിൽ വരുന്ന 2 ബെയറിങ്ങുകൾ നമ്മൾ മാറ്റിയിട്ടാണ് റീസെറ്റ് ചെയ്തത് കേട്ടോ. ക്യാം ഷാഫ്റ്റിന് വേറെ കംപ്ലയിൻ്റ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 സൈഡിൽ വരുന്ന ബെയറിങ് മാത്രം മാറ്റി റീസെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതും ഈ ഹെഡുമായി ബന്ധപ്പെട്ട വർക്കുകൾ വാൽവ് സീറ്റിങ്, വാൽവ് ഗൈഡ് ഇത്രയായിട്ടാണ് ലെയ്ത്ത് വർക്കുമായി ബന്ധപ്പെട്ട് വന്നതാണ്. ബാക്കിത്തെ പാർട്സുകളൊക്കെ തന്നെ നമ്മൾ മാറ്റിയാണ് റീസെറ്റ് ചെയ്തത്. പിന്നെ നമുക്ക് അതിൻ്റെ ഗിയർ ബോക്സിനകത്ത് ഒട്ടും ഓയിലില്ലാതെയാണ് വണ്ടി ഓടിക്കൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഗിയർ വീലുകൾ ഈ പറഞ്ഞ പോലെ ബെയറിങ്ങുകൾ കംപ്ലയിൻ്റ് ആയി. ഗിയർ വീലിന് ചെറിയൊരു തേയ്മാനം വന്നിട്ടുണ്ട്. അപ്പോൾ ഗിയർ ബോക്സിനകത്ത് വരുന്ന എല്ലാ ബെയറിങ്ങും നമ്മൾ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വെൽഡ് ചെയ്ത് നമ്മൾ അഴിച്ചെടുത്താണ്. ഈ വരുന്ന ഭാഗങ്ങളൊക്കെ ബെയറിങ് തന്നെയാണ്. അപ്പോൾ ആ ബെയറിങ്ങുകളെല്ലാം തന്നെ നമ്മൾ മാറ്റിയിട്ട് പുതിയതാണ് റീസെറ്റ് ചെയ്യണേ. അപ്പോൾ ഗിയർ വീലിന് ചെറിയൊരു തേയ്മാനമൊക്കെ ഉണ്ട്. ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ഇതാണ് അതിൻ്റെ ഗിയർ വീൽ സെറ്റ്. അപ്പോൾ ഇതിനൊക്കെ ചെറിയൊരു തേയ്മാനമുണ്ട്. പക്ഷേ അങ്ങനെ മേജറായിട്ടുള്ളൊരു കംപ്ലയിൻറ്റിലേക്ക് എത്തിയിട്ടില്ല. തന്നെയല്ല നമുക്ക് ബാക്കിയത്തെ ഇപ്പോൾ ക്രാങ്ക് ഷാഫ്റ്റ്, സിലിണ്ടർ കാര്യങ്ങളൊക്കെ വരുമ്പോൾ തന്നെ അത്യാവശ്യം നമുക്ക് എമൗണ്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പല്ലുകൾക്ക്, അതായത് ടീത്തുകൾക്ക് കംപ്ലയിൻ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഇത് തന്നെ യൂസ് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഇപ്പോൾ വീല് തന്നെ ഉപയോഗിക്കുമ്പോൾ ഓയിലില്ലാണ്ട് ഓടുമ്പോൾ സ്വാഭാവികമായിട്ടും ഗിയർ വീലുകൾക്ക് തേയ്മാനം വരും. അപ്പോൾ ആ തേയ്മാനം വന്നേക്കണതിൻ്റെ പുറത്ത് ചെറിയൊരു സൗണ്ട് വ്യത്യാസം, ഒരു മൂളിച്ച സൗണ്ട് കാണിക്കും നമുക്ക് വണ്ടി ഓടിക്കും കേട്ടോ. അതത്ര മേജറായിട്ട് നമുക്ക് തോന്നില്ല, പക്ഷേ ഒരു മൂളിച്ച സൗണ്ട് ചെറുതായിട്ടുണ്ടാവും. അപ്പോൾ ഗിയർ വീലുകളൊക്കെ നമ്മൾ പഴയത് തന്നെ ഉപയോഗിക്കുന്നത്. ഗിയർ ബോക്സിനകത്ത് വരുന്ന 6 ബെയറിംഗ് സെറ്റുകളാണ് നമ്മൾ മാറ്റുന്നത് കേട്ടോ. പിന്നെ അത് കൂടാണ്ട് ക്രാങ്ക് ഷാഫ്റ്റൊക്കെ മാറ്റുന്നുണ്ട്. അപ്പോൾ എൻ്റെ ക്രാങ്ക് ഷാഫ്റ്റ് അസംബ്ലി എന്ന് പറയുമ്പോഴത്തേക്കും 4350 രൂപ നമുക്ക് ക്രാങ്ക് ഷാഫ്റ്റ് വരാം കേട്ടോ. അതേപോലെ തന്നെ സിലിണ്ടർ പിസ്റ്റൺ കിറ്റേപ്പാടി വരുമ്പോഴത്തേക്ക് നമുക്ക് 2300 രൂപ ഉണ്ട്. പിന്നെ അതിനകത്ത് വരുന്ന ഓയിൽ സീലുകൾ, അതേപോലെ തന്നെ ഗിയർ ബോക്സിനകത്ത് വരുന്ന ബെയറിങ് ഐറ്റംസ്, അതൊക്കെയാണ് ഇത് നിലവിലത്. അതേപോലെ തന്നെ എയർ ഫിൽറ്റർ, കാർബറേറ്റർ അടക്കം നമ്മൾ ഫുള്ളായിട്ട് അഴിച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എഞ്ചിനുമായി ബന്ധപ്പെട്ട വർക്കുകൾ മാത്രമാണ് നമ്മൾ ചെയ്യണത്. അത് മാത്രമാണ് നമുക്ക് ഓൾറെഡി കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞേക്കുന്നതും അതാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അതിൻ്റെ എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസൊക്കെ ഓൾറെഡി അയച്ചു തന്നിരുന്നതാണ്. അപ്പോൾ ആ എസ്റ്റിമേറ്റും പ്രകാരമാണ് നമ്മളിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഗിയർ ബോക്സിൻ്റെ ബെയറിംഗ് സെറ്റ് അടക്കം ഫുള്ളായിട്ട് മാറ്റുന്നുണ്ട്. അത് കൂടാതെ കൊണ്ട് നമുക്ക് അഡീഷണൽ ആയിട്ട് വരുന്നത് ബെൽറ്റാണ്, ഡ്രൈവ് ബെൽറ്റാണ്. ആ ഡ്രൈവ് ബെൽറ്റ് അടക്കമാണ് നമ്മൾ മാറ്റി റീസെറ്റ് ആകുന്നത് കേട്ടോ. വർക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ വിളിക്കാം. എന്തായാലും നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന പാർട്സുകളുടെയൊക്കെ ഒരു ഡീറ്റെയിൽസ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഞാൻ വർക്ക് കംപ്ലീറ്റ് ആയിക്കുമ്പോൾ വിളിച്ചോളാം. അതേപോലെ തന്നെ നമുക്കത് ഓൾറെഡി വാറണ്ടിയിലുള്ള വർക്കാണ്, 1 ഇയർ വാറണ്ടിയാണ്. അപ്പോൾ വാറണ്ടിയിൽ എന്തൊക്കെ കാര്യങ്ങളാണെന്ന് ശ്രദ്ധിക്കേണ്ടതെന്നൊക്കെ ഡീറ്റെയിൽസ് വർക്ക് കംപ്ലീറ്റ് ആയതിനു ശേഷം അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഡീറ്റെയിൽസ് നമ്മളതിനകത്ത് വീഡിയോ സഹിതം നമുക്ക് അതിനകത്ത് പറഞ്ഞു തരുന്നതാണ് കേട്ടോ. അപ്പോൾ അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമുക്ക് വാറണ്ടി കിട്ടുള്ളൂ. അപ്പോൾ വാറണ്ടി സംബന്ധമായിട്ടുള്ള ഡീറ്റെയിൽസുകളൊക്കെ ഓൾറെഡി നമ്മൾ അറിയിക്കാം. ഓക്കെ.